എല്ലാറ്റിലും പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത്. നമുക്കറിയാം, ഇത് എഴുതിയത് പൗലോസാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ ഈ വേദഭാഗം എഴുതി. അത് ഞാൻ ഇതിന്റെ 1-ാമത്തെ അധ്യായം മുതൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. അവിടെയെല്ലാം ധാരാളം ഉപദേശങ്ങൾ പറഞ്ഞ് പൗലോസ് ജനത്തോട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് ഈ ഒരു അധ്യായത്തിൽ ഏകദേശം ഒരു രത്നം ചെയ്യുന്നത്. അപ്പോൾ ഈ പൗലോസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുവാനായിട്ടായിരുന്നു. പൗലോസ് അങ്ങനെ ജീവിതകാലം മുഴുവൻ സന്തോഷിച്ച ഒരു വ്യക്തിയാണ്. നാം പുറമെ നോക്കുമ്പോൾ പൗലോസിനെ നോക്കി കാണുമ്പോൾ പൗലോസ് ഭൗതികമായി അനേകം കഷ്ടത അനുഭവിച്ച മനുഷ്യനാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കോളേജിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ധാരാളം എടുത്തു പറയും. ദാരിദ്ര്യം അനുഭവിച്ചു, രോഗം അനുഭവിച്ചു, പീഡകൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒക്കെ പറയുന്നു. അതിന്റെ 30 വാക്യങ്ങളെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച്. അപ്പോ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന കഷ്ടതകളും അനുഭവിച്ച ഒരു മഹത് വ്യക്തിയാണ് പൗലോസ്. പക്ഷെ ആ പൗലോസ് പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ വേണ്ടത്. വീണ്ടും അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയും, എന്ത് ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശു പൂർണ്ണമായി തീർക്കും. ഈ ഒരു രണ്ട് കാര്യങ്ങളെ എന്താണ് പൗലോസിന് ഇത്ര ധൈര്യമായി പറയാനായിട്ടുള്ള കാര്യം? പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, കടഭാരങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവകൃപയെ കുറിച്ചാണ് പൗലോസ് എടുത്തു പറഞ്ഞത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുത്തി, ഞാൻ ലോകത്തെ ജയിച്ചതാണ് കർത്താവ് പറഞ്ഞ കാര്യം. എന്നാൽ ഇവിടെ ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനേക കഷ്ടതകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി. എന്നാൽ ആ മനുഷ്യനെ ആ കഷ്ടതയിൽ കൂടെ ദൈവം വിജയകരമായി നടത്തിയെന്നുള്ളതാണ് പൗലോസ് സാക്ഷിക്കുന്ന ഏറ്റവും വലിയ സാക്ഷി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് വിചാരപ്പെടേണ്ടതായിരിക്കുന്ന കാര്യം എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളത്തെ കാര്യത്തെ കുറിച്ച് നമ്മളൊന്നും വിചാരമില്ലാതെ കിടക്കുന്നവരുന്നല്ല. ദിവസത്തിൽ പറയുന്നു, നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ കഷ്ടപ്പെടുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് പലപ്പോഴും ഈ പോളൈറ്റ് തിയറി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ടൊരു സംഭവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ പൗലോസിന്റെ ദൈവശാസ്ത്രം അത് ഭയങ്കര കഠിനമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്രമാണ്. ആ ദൈവശാസ്ത്രം രൂപപ്പെട്ടത് ആ മനുഷ്യന്റെ കഷ്ടതയുടെ നടുക്കിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ആ രീതിയിൽ പഠിച്ചു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെ നമുക്കിത് പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നി. പൗലോസിന്റെ ജീവിതത്തിൽ താൻ മരിക്കുന്നത് വരെ രോഗിയായിരുന്നു. പല പ്രാവശ്യം രോഗത്തിന് സൗഖ്യം വരാനായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ അത് വിട്ടുമാറാതെ നിൽക്കുന്ന രോഗമായിരുന്നു. അവിടെ ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്കുമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം
ചിത്രപ്പണിക്ക് പോകുന്ന സാധനമാണ്. ചിലര് പറയും അയാൾക്ക് അൾസർ ആയെന്ന് പറയാം. അതൊക്കെ ഓരോ ചിന്തകളാണ്. എന്നാൽ ഇവിടെ അങ്ങനെ പറയുന്നു. എന്നിരുന്നാലും മാറിപ്പോകാത്ത ഒരു രോഗം പൗലോസിനുണ്ടായിരുന്നു. പക്ഷേ പൗലോസിനോട് ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ആ രോഗം അവർ പൂർണ്ണമായി മാറുകയല്ല ചെയ്തത്, മറിച്ച് ആ രോഗത്തിൽ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് പൗലോസിന്. നമുക്കൊക്കെ രോഗമുള്ളവരാ, എന്തെങ്കിലും രോഗമുള്ളവരാ. ഈ രോഗം ഒരുപക്ഷെ പൂർണ്ണമായും മാറിയില്ലെങ്കിലും ആ രോഗത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു. നമ്മൾ കടഭാരത്തിലിരിക്കുന്ന നമുക്ക് വലിയ കടഭാരമുണ്ട്. പക്ഷേ കടഭാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കടഭാരങ്ങൾ അത് പ്രശ്നമല്ലാതെ മാറുകയും. നമുക്കറിയാം, യോബിനെ നമുക്കറിയാം. പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു മോഡലാണ്, മാതൃകയാണ്. യോബ് അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് യോബ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യന് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്റെ ആ ഒരു പരിധി വരെ അവന്റെ കഷ്ടത കഴിഞ്ഞാൽ പട്ടനായിരിക്കും, മെന്റൽ ഡിപ്രഷനുണ്ടാകും. എന്നാൽ ജീവിതത്തിൽ ഒന്നും ഒരാശ്രയവും ഇല്ലാതിരുന്ന ഈ യോബ് അവിടെ എഴുതിയിരിക്കുന്ന തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കൽ പോലും ഈ യോബ് തന്നെത്താൻ എന്റെ സൗഖ്യമാക്കണമേ, എനിക്ക് സമ്പത്ത് തരണമേ, എനിക്ക് അനുഗ്രഹം തരണമേ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുന്നു. പലപ്പോഴും അവന്റെ ജന്മദിനത്തെ പോലും ശപിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവം എടുത്തു പറയുന്നു, ഈ സാഹചര്യത്തിലും യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പരിമിതം പറഞ്ഞു. അവന്റെ സഹോദരന്മാർ, പ്രിയപ്പെട്ടവർക്ക്, സ്നേഹിതർക്ക് ലഭിച്ചതിന്റെ ഇരട്ടി പങ്കാണ് യോബിന് ലഭിച്ചത്. അനുഗ്രഹമാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രശ്നം ഒരുപക്ഷെ പൂർണ്ണമായി മാറിയിരുന്നെങ്കിൽ, പക്ഷേ ആ പ്രശ്നത്തെ ഓവർകം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. എന്നാൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിചാരം കൂടി വരുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും രോഗികളായി മാറുന്നത്. ദൈവത്തിന് ഇടമില്ലാതെ വരും. നമ്മൾ വിചാരപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ എപ്പോഴും ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് അവിടെ ഇടമില്ലാതെ വരും. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം അവിടെ ഇല്ലാതെ വരും. ദിവസത്തിൽ ധാരാളം ചരിത്രങ്ങൾ നമുക്കറിയാം. ചന്ദ്രക്ക് മേശിന്റെ അമൽമോനെ ഇവരെ 3 പേരെയും കൂടെ പിടിച്ചു കൊണ്ടുപോയി വലിയ അഗ്നി കൂട്ടിയിട്ട് അതിന്റെ ഭാഗത്ത് കൊണ്ടു നിർത്തി. അവരോട് പറഞ്ഞു, നിങ്ങള് ഈ നിൽക്കുന്ന ബിംബത്തെ ആരാധിച്ചിരിക്കും, ഇപ്പൊ തന്നെ കാണുന്നത്. അവർക്കറിയാം മരണം സുനിശ്ചിതമാണ്. ഈ കാലത്ത് ഇത്ര വലിയ അഗ്നി കൂടെ അതിന്റെ കൊമ്പ് എഴുതിയിരിക്കുന്നത് അതിന്റെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. അപ്പൊ ഒരിക്കലും അതിനകത്തുനിന്ന് രക്ഷപ്പെടില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവര് പറയുന്നു, ഈ തീയിൽ നിന്നും വിളിപ്പിക്കുവാനുള്ള ദൈവം ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇത്ര മരണകരമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. അവർ തീക്കാതെ വീഴും. വേണമെങ്കിൽ അവരെ തെറിച്ച് അപ്പുറത്തേക്ക് പോയി വീഴാമായിരുന്നു. പക്ഷേ അവരാ പ്രശ്നത്തിന്റെ മരണകരമായിരിക്കുന്ന പ്രശ്നത്തിന്റെ അകത്ത് അവർ വീഴും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ പ്രശ്നത്തിന്റെ അകത്ത് ആരുകൂടെയാണ്? യേശുവും കൂടെ ഇറങ്ങി. അത്യുന്നതനായിരിക്കുന്ന ദൈവവും ആ പ്രശ്നത്തിന്റെ അകത്ത് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേറൊരു ഭാഗമായി കൊണ്ടുവന്നത് ഞാൻ ഇവിടെ വന്നിരുന്ന ഈ വേറെ വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു വിഷയം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. അത് ഞാൻ അവിടെ എന്തിനായിരിക്കാം പ്രസംഗിച്ചത്? ഒരുപക്ഷെ നമ്മളോട് തന്നെ, എന്നോട് തന്നെ പറയുക, നമ്മൾ ഓരോരുത്തരോടും കൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം.
ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. അവരെ ദൈവം അവരുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ കൊണ്ടായിരിക്കാം അവരുടെ ദൈവം അനുഗ്രഹിച്ച് അവർ വലിയ സമ്പന്നന്മാരായിരുന്നു. ലോകപ്രകാരം യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളുമില്ല. പക്ഷേ അപ്പോൾ വളരെ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ മറന്നു. കുറെ പേര് നമ്മളെ ദൈവം പരീക്ഷയിൽ കൂടെ നടത്തുന്നത് നമ്മൾ അവരോട് ചേർന്ന് ആ കർത്താവിനോട് ചേർന്നിരിക്കണം. പരീക്ഷകളാണ് നാം കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കും. ആ പരീക്ഷ നമ്മെ പിടിച്ച് നശിപ്പിക്കുകയും ആ പരീക്ഷ എന്താണോ ആ പരീക്ഷയിൽ ഇറങ്ങി വരുന്ന ദൈവം പരീക്ഷ കളയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് കെടുത്തിക്കളെ ദൈവത്തിന് പറ്റാത്ത കാര്യമില്ല. അവരെ ആ തീക്കകത്ത് കൊണ്ടുപോയി യോസേഫിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ കൊണ്ടുവരും. വേറെ യാതൊരു ഇല്ലാതിരിക്കാമായിരുന്നു. പക്ഷെ ആ പൊട്ടക്കിണറ്റിന്റെ വേദനയുടെ നിരാശയുടെ പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ അവൻ ദൈവം ആ പൊട്ടക്കിണറ്റിലായി ഇറങ്ങി യേശു അവരോടുകൂടെ സർവശക്തനായിരിക്കുന്ന ദൈവം അവരോടുകൂടെ പൊട്ടക്കിണറ്റി ദാനിയേലിനെ കൊണ്ട് സിംഹക്കുഴിയിൽ കൊണ്ട് കിടാതിരിക്കാനായി രക്ഷിക്കാൻ പല മാർഗങ്ങളും ദൈവത്തിനുണ്ട്. എന്നാൽ ദാനിയേലിനെ പോയി സിംഹക്കുഴിയിലേക്ക് ഇട്ടു. ആ സിംഹക്കുഴിയിൽ ഇറങ്ങിപ്പോയ ആ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നമില്ലാതെയുള്ള ജീവിതമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതോ, ഭയങ്കര പ്രശ്നമുള്ള ജീവിതമാണ്. പക്ഷേ ആ പ്രശ്നത്തിൽ നമ്മുടെ ആ പ്രശ്നത്തോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ പ്രശ്നത്തിൽ ഇറക്കി നമ്മെ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനറിയാം, സിംഹത്തിന്റെ അടുത്ത് പോയി വീട് കഴിയുന്ന ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അത് കടിച്ചു പറിച്ചു. നല്ല നിശ്ചയമാണ്. ദാവീദിനെ വേണമെങ്കിൽ ദൈവത്തെ തള്ളി പറയാൻ, എന്നാൽ അവരത് പറഞ്ഞില്ല. അവരോടുകൂടെ സിംഹക്കുഴിയിൽ ഇറങ്ങി ഒട്ടക്കണക്കിനകത്തുനിന്ന് യോസേഫിനെ രക്ഷിക്കാമായിരുന്നു. അല്ലാതെ വീടാതെ ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താമായിരുന്നു. എന്നാൽ ആ ഒട്ടക്കണക്കിൽ കൊണ്ടുപോയി ഇട്ട വേദനയും കല്യാണിച്ച് വീണ വേദനയും ഒക്കെ ആ വേദനയെ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം. ശദ്രക്ക മേശയ്ക്ക് അഭയതരമോ ആ വലിയ തീയുടെ മധ്യത്തിൽ തീയിൽ കടത്താതെ വേണമെങ്കിൽ ദൈവത്തിന് രക്ഷിക്കാമായിരുന്നു. പക്ഷേ അവൻ സർവശക്തനായ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ആ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന മനുഷ്യൻ വിചാരിക്കുന്ന ആ പ്രശ്നത്തിന്റെ അകത്തിൽ കിടന്ന ഒരു ദൈവ സാന്നിധ്യം. ദൈവത്തിന് സ്തോത്രം. യോബിനറിയാം, എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു നന്മ വരാനായിട്ട് സാധ്യതയില്ല. ആ സാധ്യത ഇല്ലാതിരുന്നിടത്തോ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു സാധ്യതയുമില്ലാതെ ജീവിതത്തിന്റെ ഒറ്റപൂജ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരോടുകൂടെ ഇറങ്ങി വന്ന ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. ഇത് നല്ല ബോധ്യമുള്ള പൗലോസ് പറഞ്ഞു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ നമ്മെ നടത്താൻ മതിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ഈ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിൽ തളർന്നു പോകാതെ, വീണു പോകാതെ, പട്ടുപോകാതെ നമ്മെ സംരക്ഷിക്കുന്ന നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന ദൈവം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഊരിലും താഴ്വരയിൽ കൂടി നടന്നാലും നമ്മളത് വായിച്ചു വലിയ സന്തോഷത്തോടുകൂടെ കാലിലേക്ക് നടന്നു നോക്കി. സകല പോലും വെളിച്ചമില്ല, ഊരിലുള്ള അതോടൊപ്പം തന്നെ വലിയ താഴ്വര. ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മരണം സുനിശ്ചിതമാണ്. എന്നാൽ അതുപോലെയുള്ള വലിയ പ്രശ്നമാണെങ്കിൽ പോലും ആ പ്രശ്നത്തിൽ നമ്മെ കരപിടിച്ചു നടത്തുന്ന ഒരു ദൈവമാണ്. പ്രകാശമില്ല, ഊരിലാണ്, താഴ്വരയും കൂടെ. അതിന്റെ മുകളിലുള്ളതായിരിക്കുന്ന സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പ്
ആ ദൈവത്തിലാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രശ്നസങ്കീർണമാണ് ജീവിതം എന്നാൽ നമ്മുടെ ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ച് ജയോത്സവമായി നടത്തുന്നത്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടോ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് പൗലോസ് പറയുക, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ മരണത്തെ നമ്മൾ നോക്കുകയാണ്, അവന്റെ അവസാന കാലത്തേക്ക് നമ്മൾ നോക്കുകയാണ്. ദൈവത്തിൽ പൂർണ്ണ സന്തോഷവും ആനന്ദവും ഉള്ളവനായിരുന്നു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് മാത്രമല്ല, കർത്താവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെല്ലാവരും അവർ തങ്ങളുടെ ജീവിതത്തിൽ അനവധിയായ കഷ്ടനഷ്ടങ്ങൾ നടത്തിയിട്ടാണെങ്കിലും വലിയ സന്തോഷമുള്ളവരായിരുന്നു. പൗലോസും ശീലാസും നാളത്തെ പ്രഭാതമാരുടെ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ. പക്ഷേ അവരോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെ അവർ കണ്ടു. ദൈവത്തിൽ സ്തോത്രം. ഏത് വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിലാണെങ്കിലും കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം, വഴിക്ക് തേച്ചു പോകുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരിക്കരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത്. ദൈവകാര്യത്തിൽ നമുക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ വീണ്ടും നാമെല്ലാവരും പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റു പലവിധ